അമ്മയ്ക്ക് വേണ്ടി പണങ്ങൾ അയച്ചു തന്നിരുന്നു. ആ കുടുംബം ഒത്തിരി സഹായിച്ചു. ഞാൻ അവരുടെ എല്ലാം പേരെടുത്ത് പറയുന്നില്ല. കുഞ്ഞുമണിയന് ജോലിയില്ലാതിരുന്ന സമയത്ത് അവർ കുടുംബമായി എല്ലാ വെള്ളിയാഴ്ചയും ഈവനിങ്ങിൽ കടന്നു വന്ന് അമ്മയെ കാണുമായിരുന്നു. ലീലാമ്മയെന്ന് പറഞ്ഞാലും നീ വരുമ്പോൾ ഇന്നത് വാങ്ങിച്ചോട്ട് പോലെന്ന് പറഞ്ഞാൽ അത് ചെയ്യുമായിരുന്നു. കുഞ്ഞുമണിയൻ്റെ മകൻ ലിജു അമ്മ വന്ന നാളെ മുതൽ ഈ മാസം വരെ അമ്മയ്ക്ക് വേണ്ട എൻഷുർ അമ്മ ഒരു മാസത്തെ സപ്ലൈ ആയ 60 ബോട്ടിൽസ് എവറി മന്ത് ഒരു വീഴ്ചയും കൂടാതെ സപ്ലൈ ചെയ്തു. ജോസഫ് കുട്ടി കുടുംബം അല്ലെങ്കിൽ ലിസി ഞങ്ങൾ ഒന്നിച്ചാണ് ആരാധിക്കുന്നത്. എല്ലാ ദിവസവും സഭായോഗം കഴിഞ്ഞ് മിക്കവാറും ഞായറാഴ്ച അമ്മയെ വന്ന് കാണുമായിരുന്നു. ചിലപ്പോൾ ഇല്ലാമ പറയടി കൂട്ടാനൊന്നുമില്ല, നീ വരണ്ട. അന്നേരം ലിസി പറയും കൂട്ടാനൊന്നും വേണ്ടാടി, ഞാൻ വരിക എന്ന് പറഞ്ഞ് വരികയും അമ്മയെ കാണുകയും അമ്മയ്ക്ക് ആൻറ്റി ഇച്ചിങ് ലോഷൻ ഗോൾഡ് ബോണ്ടിൻ്റെ ലോഷനാണ് അമ്മയെ ഞങ്ങൾ ഇട്ടുന്നത്. അമ്മയെ കുളിപ്പിച്ചതിന് ശേഷം ആ ലോഷനിൽ കുളിപ്പിച്ചാണ് കിടത്താറുള്ളത്, ഒട്ടും ചൊറിയാതിരിക്കാൻ വേണ്ടി. ആ ലോഷന് ആ കുടുംബമാണ് ഇന്ന് വരെയും സപ്ലൈ ചെയ്യുന്നത്. ഓമന രാജു കുടുംബം അവർ മിക്കവാറും വിളിക്കുകയും അമ്മയ്ക്ക് വേണ്ടതായ പണങ്ങൾ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു തരികയും അതുപോലെ ഓമനയുടെ മൂത്ത മകൾ ഷേർലി ജോലി കിട്ടിയപ്പോൾ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം അമ്മയ്ക്ക് വേണ്ടി അയച്ചു തന്നു. അത് ആ പൈതൽ മനസ്സോടെ ചെയ്തു. ഇന്ന് അവൾക്ക് അതിൽ റിഗ്രറ്റ് ചെയ്യാതെ സന്തോഷിക്കുവാൻ വക നിങ്ങൾ കൊടുത്തു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അവസാനമായി കൊച്ചൻ അല്ലെങ്കിൽ ചേച്ചി, ഞങ്ങൾ കൊച്ചനെയാണ് വിളിക്കുന്നത്. അവർ കുടുംബം സിബി അവരെപ്പോഴും അവരുടെ സൗകര്യാർത്ഥം കടന്നു വരികയും അമ്മയെ ശുശ്രൂഷിക്കുകയും ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ അമ്മയെ വിളിച്ചിട്ടുള്ളത് അവളാണെന്നുള്ള ക്രെഡിറ്റ് ഞാൻ അമ്മയ്ക്ക് അവർക്ക് കൊടുക്കുന്നു. എന്നും ഒരു ദിവസം പോലും വിളിക്കാതിരുന്ന ദിവസം കടന്നു വരുമ്പോൾ ഞങ്ങൾ അറിയാതെ ഫ്ലവർ വൈസിൻ്റെ അടിയിലും ഞങ്ങൾ നോക്കാത്ത സ്ഥലങ്ങളൊക്കെയും ക്യാഷ് വെച്ചിട്ട് അവൾ കടന്നു പോകും. എന്നിട്ട് അങ്ങ് ചെന്നിട്ട് വിളിച്ച് പറയും ഇന്ന സ്ഥലത്ത് പോയി നോക്കണം. അങ്ങനെ അമ്മയെ പണപരമായി സഹായിക്കുകയും അമ്മയ്ക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കുവാനും അവളെ ഇന്ത്യയിൽ സഹായിച്ചു. ജോയിമാൻ കുടുംബം അത് ഞാൻ ഏറ്റവും അവസാനം പറയുവാനിരുന്നത്, തുടർന്ന് ഞാൻ പറയുവാനിരുന്നത് അമ്മയെ കൊണ്ടുവരുന്നതിന് ടിക്കറ്റ് വെച്ചത് മുതൽ സകല ഉത്തരവാദിത്വവും അവൻ ഏറ്റെടുത്ത് നടത്തി. ലീലാമ്മ എന്തു പറഞ്ഞാലും അതിന് ഒരക്ഷരം മറുപടി പറയാതെ അതുപോലെ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് അവന് കൊടുക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ ലീലാമ്മയും ചെയ്തത് പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം അവസാനമായി എനിക്ക് പറയുവാനുള്ളത് എൻ്റെ മകൾ സോഫിയ. അവള് അമ്മച്ചിയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അമ്മച്ചിയും അവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അവളുടെ മറ്റ് കസിൻസിന് ലിജുവിനൊക്കെയും അസൂയ തോന്നത്തക്ക പോലെ അമ്മച്ചി അവളെ സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്കിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അത് അവർക്കറിയാവുന്ന കാര്യമാണ്. ലിജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൊച്ചുമാമയും അമ്മച്ചിയൊക്കെ അവളെ ഒരു പ്രിൻസസിനെ പോലെയാണ് കരുതുന്നത്, ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് പറയത്തക്ക പോലെ അവളെ അമ്മച്ചി സ്നേഹിച്ചിരുന്നു. അവളുടെ ഭർത്താവായ റയനും അമ്മച്ചിക്ക് വേണ്ടി വളരെ എക്സ്പെൻസീവായിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ വാങ്ങിച്ച് ബ്രാൻഡ് നെയിം ക്ലോത്ത്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമുണ്ട് അമ്മച്ചിക്ക് ഒരു ഉടുപ്പിന് വേണ്ടി. അപ്പോൾ അവൾ പറയും ദാറ്റ്സ് ഓക്കെ, മണി ഈസ് നോട്ട് എ മാറ്റർ. ഞാൻ എല്ലാവരും കൊടുത്തതും ചെയ്തതിൻ്റെ കണക്ക് പറയുകയാണ് ഇവിടെ ചെയ്തത്. അവർ ചെയ്തതിൻ്റെ കണക്കുകൾ പറയാനാണെങ്കിൽ ഇന്നൊരു ദിവസം മുഴുവൻ ഞാൻ പറഞ്ഞാൽ തീരത്തില്ല. എങ്കിലും ഓരോ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ അമ്മച്ചിയെ നോക്കിയെങ്കിലും ഞങ്ങളോട് സഹകരിച്ച് അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചു.
യഹോവയാൽ സംഭവിച്ചു, മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഒന്ന്, ഇത്ര മനോഹരമായ രീതിയിൽ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരോടും കുടുംബങ്ങളോടും കുഞ്ഞുങ്ങളോടും കൂടെ അമ്മയുടെ പ്രിയ മക്കളോടും അവരുടെ കുടുംബങ്ങളോടും അവരുടെ മക്കളോടും കൊച്ചുമക്കളോടും കൂടെ ശ്രേഷ്ഠനായ ഞങ്ങളുടെ പ്രിയ പാസ്റ്റർ പറയാതിരിക്കുന്ന നിവൃത്തി, വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇതിലൊക്കെ ഉപരി കാലാവസ്ഥ. ജനുവരി മാസത്തിൽ ഈ ചിക്കാഗോ സിറ്റിയിൽ, പ്രത്യേകിച്ചും വിൻഡി സിറ്റി എന്ന് കേൾക്കുന്ന ഈ ചിക്കാഗോയിൽ ഇന്നലെ 4 മണി മുതൽ ഇന്നും കാറ്റ് പോലും അടിക്കാതെ, ജാക്കറ്റിന്റെ ആവശ്യം പോലും ഇല്ലാതെ ഈ അമ്മയുടെ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തി ഇത്രയും ബഹുമതികളോടെ അമ്മയെ ദൈവം ആദരിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ നീതി അതിന്റെ അളവിൽ വെളിപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇത്രയെല്ലാം മനുഷ്യരുടെ മുന്നിൽ കാണിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചത് ഓർക്കുമ്പോൾ ഇവിടെ മനുഷ്യരുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയില്ല. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ അമ്മയ്ക്ക് കിട്ടിയ പോലെ ഒരു നല്ല യാത്രയായിപ്പോ നമുക്ക് എല്ലാവർക്കും കിട്ടുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രസംഗത്തിൽ ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന് ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നീ പോയിക്കൊള്ളുക, ഞാനൊന്ന് കോട്ട് ചെയ്യട്ടെ. ദൈവത്തിന് ഏറ്റവും പ്രിയായ അമ്മച്ചി പോയിക്കൊള്ളുക. അമ്മച്ചിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം ഉള്ള അളവിൽ അമ്മച്ചി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ബൊക്കകളൊക്കെ പലതും ഇതൊക്കെ ഫേക്കാണ്, പ്ലാസ്റ്റിക്കാണ്, ചിലത് ഒറിജിനലാണ്. ഇതൊക്കെ ഒരു ദിവസവും 2 ദിവസവും കഴിയും വാടിപ്പോകുന്നതാണ്. എന്നാൽ വാടാത്ത, ഒരിക്കലും വാടാത്ത അമ്മ നിൽക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾക്കും സാക്ഷികളുടെ ഈ വലിയ സമൂഹം അമ്മയെ മാനിക്കുവാൻ നമുക്ക് ദൈവം തരുന്ന കിരീടങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും കാണുവാൻ വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കർത്താവിൽ ശ്രേഷ്ഠദാസന്മാർ, കുടുംബങ്ങളെ, ദൈവ